ദൈവത്തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഏവർക്കും പുതിയൊരു ദിവസത്തിൻ്റെ എല്ലാ നന്മകളും ആശംസിക്കുകയും എൻ്റെ സ്നേഹവന്ദനം വിനയത്തോടെ അറിയിക്കുകയും ചെയ്യുന്നു. ധ്യാനത്തിനായി ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 3-ാം അധ്യായം 2-3 വാക്യങ്ങൾ. ശമൂവേൽ 1-ാം പുസ്തകം 3-ാം അധ്യായം 2-3 വാക്യങ്ങൾ. ആ കാലത്ത് ഒരിക്കൽ ഏലി തൻ്റെ സ്ഥലത്ത് കിടന്നുറങ്ങി. കാണാൻ വഹിയാതെ വണ്ണം അവൻ്റെ കണ്ണ് മങ്ങി തുടങ്ങിയിരുന്നു. ശമൂവേൽ ദൈവത്തിൻ്റെ പെട്ടകം ഇരിക്കുന്ന യഹോവയുടെ മന്ദിരത്തിൽ ദൈവത്തിൻ്റെ വിളക്ക് കെടുന്നതിന് മുൻപേ ചെന്ന് കിടന്നു. ലംഘിയായിട്ടുള്ള അല്പ വലിപ്പമുള്ള 2 വാക്യങ്ങളാണ് ഇന്ന് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. 2 വ്യക്തികളെയാണ് പരിചയപ്പെടുത്തുന്നത്. ഒന്ന് ഏലി എന്ന പുരോഹിതനും, രണ്ടാമത് നന്നേ പ്രായം കുറഞ്ഞ ഏലിയുടെ മുമ്പിൽ ശുശ്രൂഷ ചെയ്ത് ദൈവാലയത്തിൽ വസിക്കുന്ന ശമൂവേൽ എന്ന ബാലൻ. 2 പേരെയാണ് പരിചയപ്പെടുത്തുന്നത്. ഏലി എന്ന പുരോഹിതൻ ശീലോവ് കേന്ദ്രമായിട്ടുള്ള ദൈവാലയത്തിലെ പുരോഹിതനാണ്. അദ്ദേഹത്തിന് 2 മക്കളുണ്ട്, ഹൊപ്നി, ഫിനെഹാസ്. എന്നാൽ ഇതേ ദൈവാലയത്തിൽ തൻ്റെ ഹൃദയവേദന ദൈവസന്നിധിയിൽ പകർന്ന് പ്രാർത്ഥനയോടെ ദൈവത്തോട് നേർച്ച നേർന്ന ഹന്ന എന്ന സ്ത്രീക്ക് ദൈവം അനുഗ്രഹിച്ച് നൽകിയ മകനാണ് ശമൂവേൽ. ദൈവം അവൾക്ക് ശമൂവേൽ ബാലന് നൽകിയപ്പോൾ ദൈവത്തോട് നേർന്ന നേർച്ച അവൾ നിവർത്തിക്കുകയും അവനെ ജീവപര്യന്തം ദൈവസന്നിധിയിൽ ശുശ്രൂഷ അർപ്പിക്കുന്നതിന് വേണ്ടി സമർപ്പിക്കുകയും ചെയ്യുന്നത് നമുക്ക് ഈ ഭാഗത്തിലൂടെയൊക്കെ പഠിക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ ഏലി ആ കാലത്ത് തൻ്റെ സ്ഥലത്ത് ചെന്ന് കിടന്നുറങ്ങി. കാണാൻ വഹിയാതെ വണ്ണം അദ്ദേഹത്തിൻ്റെ കണ്ണ് മങ്ങി തുടങ്ങിയിരുന്നു എന്നും, എന്നാൽ ശമൂവേൽ ദൈവത്തിൻ്റെ പെട്ടകം ഇരിക്കുന്ന യഹോവയുടെ മന്ദിരത്തിൽ ദൈവത്തിൻ്റെ വിളക്ക് കെടുന്നതിന് മുൻപേ ചെന്ന് കിടന്നു എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ ഭാഗം ധ്യാനിക്കുന്നതിന് മുൻപ് 1-ാമത്തെ വാക്യം കൂടെ വായിച്ചു കേൾപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ശമൂവേൽ ബാലൻ ഏലിയുടെ മുമ്പാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു. ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു, ദർശനം ഏറെ ഇല്ലായിരുന്നു. ഏലിയുടെ മുമ്പാകെ ഏലിയുടെ ശിക്ഷണത്തിൽ ശമൂവേൽ ബാലൻ ഭംഗിയായിട്ട് ആലയത്തിലെ കാര്യാദികളൊക്കെ ചെയ്യുകയാണ്. ആ കാലത്തിന്റെ പ്രത്യേകത ദൈവത്തിന്റെ വചനം ഇല്ലാതിരുന്ന ഒരു കാലമായിരുന്നു. മറ്റൊരു പ്രത്യേകത, ആ കാലത്ത് ദർശനവും ഏറെ ഇല്ലായിരുന്നു. അപ്പോൾ ഇല്ലായിരുന്നു എന്ന് പറയുമ്പോൾ തീരെ ഇല്ല എന്നല്ല അതിൻ്റെ അർത്ഥം. 2-ാം അധ്യായത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെതായ അഭിഷിക്തനായ വ്യക്തി 27-ാമത്തെ വാക്യം മുതൽ 2-ാമത്തെ അധ്യായം 27 മുതൽ ദൈവപുരുഷനായ ഒരു മനുഷ്യൻ വന്ന് ഏലിയുടെ അടുക്കൽ ദൈവത്തിൻ്റെ അരുളപ്പാടുകളെ പറയുകയും തൻ്റെ മക്കൾ, ഏലിയുടെ മക്കൾ ചെയ്യുന്ന ദൈവസന്നിധിയിലും ദൈവാലയത്തിലും ചെയ്യുന്ന തിന്മ പ്രവൃത്തികളെ, മ്ലേച്ഛ പ്രവൃത്തികളെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വചനമില്ലായിരുന്നു എന്നല്ല അതിനർത്ഥം, ഉണ്ടായിരുന്നത് വളരെ ദുർലഭമായിരുന്നു, അതായത് വളരെ കുറവായിരുന്നു. ആ കുറവ് ലഭിക്കുന്നതിന് ഭയങ്കര വിലപിടിപ്പ് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം. അപ്പോൾ ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ ദർശനങ്ങളും ഏറെ ഇല്ലാതിരുന്ന ഈ കാലഘട്ടത്തിലാണ് ഏലിയുടെ മുൻപാകെ ശമൂവേൽ ബാലൻ ശുശ്രൂഷ ചെയ്യുന്നത്. ഇവിടെ 2 പേരും അവരുടെ വിശ്രമവേളയിലേക്ക് പോകുന്ന അനുഭവമാണ് 2-3 വാക്യത്തിൽ നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കുന്നത്. ആ കാലത്ത് ഏലി തൻ്റെ സ്ഥലത്ത് ചെന്ന് കിടന്ന് ഉറങ്ങി. ആ കാലത്തൊരിക്കൽ ഏലി തൻ്റെ സ്ഥലത്ത് ചെന്ന് കിടന്നുറങ്ങി. എന്നാൽ ശമൂവേൽ ബാലനെ കുറിച്ച് മനസ്സിലാക്കുന്നത് ദൈവത്തിന്റെ പെട്ടകം ഇരിക്കുന്ന യഹോവയുടെ മന്ദിരത്തിൽ ദൈവത്തിന്റെ വിളക്ക് കെടുന്നതിന് മുൻപേ ചെന്ന് കിടന്നു. ഇത് 2 നമ്മുടെ മനസ്സിലിരിക്കട്ടെ. ഏലി ചെന്ന് കിടന്നത് തൻ്റെ വിശ്രമിക്കേണ്ടുന്ന ഇടത്തും, എന്നാൽ ശമൂവേൽ ചെന്ന് കിടക്കുന്നത് ദൈവത്തിന്റെ പെട്ടകം ഇരിക്കുന്ന യഹോവയുടെ മന്ദിരത്തിലുമാണ് ശമൂവേൽ ചെന്ന് കിടക്കുന്നത്. ഇവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും, ഏലിയുടെ കണ്ണ് കാണാൻ വഹിയാതെ വണ്ണം മങ്ങി തുടങ്ങിയിരുന്നു. ഏലിയുടെ കണ്ണ് കാണാൻ വഹിയാതെ വണ്ണം മങ്ങി തുടങ്ങിയിരുന്നു. ഞാൻ 1-ാമതായിട്ട് നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഈ കാലഘട്ടത്തിൽ ദൈവവചനം ഏറെ ഇല്ലായിരുന്നു എന്ന് നാം മനസ്സിലാക്കുമ്പോൾ, ന്യായാധിപന്മാരുടെ കാലം അവസാനിക്കുമ്പോൾ ആ കാലത്ത് ദേശത്തിലെ രാജാവില്ലായിരുന്നു എന്നൊരു പ്രയോഗം നമുക്ക് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ അവസാനം കാണുവാനായിട്ട് സാധിക്കും. അതിന്റെ അർത്ഥം ഒരു പ്രത്യക്ഷത്തിലുള്ള രാജാവില്ലായിരുന്നു എന്നല്ല. വചനം വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, ഇസ്രായേലിന്റെ രാജാവ് ദൈവമാണ്, സർവശക്തനായ ദൈവമാണ് രാജാവ്.
എന്നാൽ ആ ദൈവത്തോട് മറുതലിച്ച്, രാജാവാകുന്ന ദൈവത്തോട് മറുതലിച്ച്, ദൈവത്തെ കൂട്ടാതെ, ദൈവമാകുന്ന രാജാവിനെ ഉൾക്കൊള്ളാതെ തങ്ങൾക്ക് ബോധിച്ചവണ്ണം നടന്ന ഇസ്രായേൽ ജനത്തെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വചനവും ദർശനങ്ങളും ഏറെ ദുർലഭമായത്, കിട്ടാനില്ലാത്ത ഒരു കാലത്തിലേക്ക് വന്നത്. എന്നാൽ അവിടെ ഈ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏലി പുരോഹിതൻ തൻ്റെ സ്ഥലത്ത് ചെന്ന് കിടന്നു എന്നും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കണ്ണ് കാണാൻ വഹിയാതെ വണ്ണം മങ്ങിത്തുടങ്ങി എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത് അദ്ദേഹത്തിന്റെ ഭൗതിക കണ്ണ് അല്ലെങ്കിൽ ജഡത്തിലെ കണ്ണിനെ കുറിച്ച് എന്നുള്ളതിനേക്കാൾ ആത്മീകമായി ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അയാൾ തൻ്റെ സ്ഥലത്ത് ചെന്ന് കടന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കാഴ്ച മങ്ങിത്തുടങ്ങിയത് എന്ന് നമ്മൾ ആഴത്തിൽ ഒന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതായത് തൻ്റെ സ്ഥലത്ത് തൻ്റെ വിശ്രമത്തിന് തൻ്റെതായ ശാരീരിക അസ്വസ്ഥതകൾ മാറ്റുന്നതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തൻ്റെ വിശ്രമ മുറിവിൽ ചെന്ന് കിടന്നു. അയാളൊരു പുരോഹിതനാണ്. ദൈവസന്നദ്ധിയിൽ ദൈവമക്കൾക്ക് വേണ്ടി, ജനത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കേണ്ട വ്യക്തിയാണ്. ദൈവത്തോട് കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിച്ച് ദൈവദർശനങ്ങളെയും വചനങ്ങളെയും അരുളപ്പാടുകളെയും സ്വീകരിക്കേണ്ട വ്യക്തിയാണ്. എന്നാൽ അതിൽ നിന്ന് വ്യതിചലിച്ച് തൻ്റെ സ്ഥാനത്ത് ചെന്ന് കിടന്നു ഉറങ്ങിയത് കൊണ്ട് ദൈവവുമായുള്ള ബന്ധം ഇല്ലാതെയാവുകയും അദ്ദേഹത്തിൻ്റെ ആത്മീക കണ്ണ് മങ്ങിത്തുടങ്ങുകയും ചെയ്തു എന്നാണ്. ഇതിനൊരു തെളിവ് ഞാൻ മറ്റൊരു വ്യക്തിയുമായിട്ടുള്ള താരതമ്യത്തിൽ വ്യക്തമാക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരു തെളിവിന് വേണ്ടി അതൊന്ന് ഞാനിപ്പോൾ പറഞ്ഞ ചിന്ത ഒന്ന് ബലപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു വ്യക്തിയെ കൂടെ ഉൾപ്പെടുത്തുകയാണ്. മോശയാണ് ആ വ്യക്തി. മോശ 120 വയസ്സ് വരെ ജീവിച്ചിരുന്നു എന്ന് തിരുവെഴുത്ത് വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രത്യേകത, മരിക്കും വരെയും ശരീരം ക്ഷയിക്കാതെയും കണ്ണുകൾ മങ്ങാതെയും ഏറെ പുഷ്ടിയുള്ളവനായിട്ട് ആരോഗ്യമുള്ളവനായിട്ടിരുന്നു എന്ന് മോശയെക്കുറിച്ച് വചനം പഠിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കണ്ണ് മങ്ങുന്നില്ല. കാരണം എന്താണ്? മരിക്കും വരെയും ദൈവവുമായിട്ടുള്ള കണക്ഷനിലാണ് നിന്നത്. അതായത് അദ്ദേഹത്തിന്റെ ആത്മീയ കണ്ണ് മടങ്ങുന്നില്ല. ഒടുവിലത്തെ നിമിഷം വരെയും ഹോറേബിലെ പിസ്കാ മുകളിൽ കയറി അവിടെ ദൈവം കൽപ്പിച്ചിട്ട് അവൻ മരിക്കുന്ന സമയം വരെയും ദൈവവുമായിട്ടുള്ള കണക്ഷൻ ഭംഗിയായിട്ട് മോശയ്ക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കണ്ണ് മങ്ങിയില്ല, ഭംഗിയായിട്ട് കാഴ്ചയുണ്ടായിരുന്നു എന്നാണ്. അത് ഭൗതികമായ കണ്ണിനേക്കാൾ ഉപരി ആത്മീക കാഴ്ചയുടെ കാര്യത്തിൽ അത് വളരെ പെർഫെക്റ്റ് ആയിരുന്നു, അല്ലെങ്കിൽ 100% ഉറപ്പുള്ള കാര്യമായിരുന്നു എന്ന് മനസ്സിലാക്കാം. എന്നാൽ ഇവിടെ ഏലിയാകട്ടെ തൻ്റെ വിശ്രമത്തിനും തൻ്റെ എന്താ പറയുക ശാരീരിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും ചെന്ന് കിടന്നത് കൊണ്ടാവണം അദ്ദേഹത്തിൻ്റെ കണ്ണ് മങ്ങി തുടങ്ങി. അപ്പോൾ വചനം ദുർലഭമാകുന്നതിനും ദർശനം ഏറെ ഇല്ലാത്തതിനും കാരണം ദൈവത്തോട് അത് ചോദിച്ചു വാങ്ങേണ്ട വ്യക്തി അത് മറന്നിട്ട് അതിന് ശ്രമിക്കാതെ അതിനെ ഉപേക്ഷ വിചാരിച്ചിട്ട് തൻ്റെ സേഫ് സോൺ മനസ്സിലാക്കി അവിടെ പോയി വിശ്രമിച്ചത് കൊണ്ടാണ് ദൈവവുമായുള്ള ബന്ധത്തിലുള്ള തിരുവെഴുത്തുകളും ദർശനങ്ങളും ലഭിക്കാതെ പോയത് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, ഏലി ഒരു പുരോഹിതനാണ്. അങ്ങനെയെങ്കിൽ പരിശുദ്ധ തിരുവെഴുത്ത് പുതിയ നിയമത്തിൽ നമ്മെ പഠിപ്പിക്കുന്നു, നമ്മൾ എല്ലാവരും ദൈവത്തിന്റെ രാജകീയ പുരോഹിത വർഗമാണ്. രാജകീയ പുരോഹിത വർഗം. അങ്ങനെയെങ്കിൽ ഞാനും നിങ്ങളും എല്ലാം ദൈവത്തിന്റെ പുരോഹിത വർഗത്തിൽപ്പെട്ടവരാണ്, പുരോഹിതനാണ്. അങ്ങനെയെങ്കിൽ പുരോഹിതന്റെ ഡ്യൂട്ടി എന്താണ്? ദൈവത്തോട് നിലവിളിച്ച്, ദൈവത്തോട് പ്രാർത്ഥിച്ച്, ദൈവത്തിൽ നിന്നുള്ള അരുളപ്പാടുകൾ, ദർശനങ്ങൾ, ദൈവം നടത്തേണ്ടുന്ന വഴി എന്ത് എന്ന് മനസ്സിലാക്കി അതിലേക്കൂടെ ആ വഴിയിൽ കൂടെ നമ്മെ ആക്കി വച്ചിരിക്കുന്ന ഇടത്ത് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നവരെ നയിക്കുക, നാമും നടക്കുക എന്നുള്ളതാണ്. ഒരു പക്ഷേ കുടുംബത്തിലെ കുടുംബനാഥനാകാം, ഗ്രഹനാഥയാകാം, മറ്റുത്തരവാദിത്തങ്ങളിൽ ആയിരിക്കുന്നവരാകാം. ആരായാലും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവം നൽകുന്ന ദർശനങ്ങളെയും അരുളപ്പാടുകളെയും തിരുവെഴുത്തിലൂടെ ദൈവം നടത്തേണ്ടുന്ന വഴികളെയും മനസ്സിലാക്കി അതുവഴി നടക്കുക, അതുവഴി കൂടെ ഉള്ളവരെ നടത്തുക എന്നുള്ള ഡ്യൂട്ടിയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അത് മറന്നിട്ട് ഈ ലോകത്തിന്റെ സുഖ സൗകര്യങ്ങളുടെ പിന്നാലെയും ആശ്വാസങ്ങളെ കണ്ടെത്തുന്നതിനും ആനന്ദങ്ങളെ കണ്ടെത്തുന്നതിനും നമ്മൾ സഞ്ചരിച്ചാൽ ഏലിക്ക് സംഭവിച്ചതുപോലെ ആത്മീയ കാഴ്ച നമുക്ക് മണങ്ങിത്തുടങ്ങും. ആത്മീയമായി കർത്താവിൽ നിന്ന് അറിയേണ്ടുന്നവ അറിയാൻ കഴിയാത്ത വിധം നമ്മുടെ കാഴ്ച മങ്ങിത്തുടങ്ങും. അത് വലിയൊരു അപകടത്തിന്റെ മുൻകുറിയാണ്. അത് നമ്മെ ദുരന്തത്തിലേക്ക് നയിക്കും. അതൊരു ആത്മീക അപകടമാണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഏലിക്ക് സംഭവിച്ചത് അതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തെ കുറിച്ച് നമ്മൾ പിന്നെ പഠിക്കുന്നത് ഇങ്ങനെയാണ്. ഒപ്നിയും ഫിനെഹാസും ഒക്കെ പടക്കളത്തിൽ വെച്ച് യുദ്ധത്തിൽ വെച്ച് മരിച്ചു വീഴുന്നതും ആ വാർത്ത കേട്ട് ഏലി പുരോഹിതൻ ആ വാർത്ത കേൾക്കുന്നു. അദ്ദേഹത്തോട് വന്ന് പറഞ്ഞ ആള് 2 മക്കളും ഇങ്ങനെ മരിച്ചു പോകുന്നു എന്ന് പറയുകയും പെട്ടകം, ദൈവത്തിന്റെ പെട്ടകം ഫെലിസ്ത്യർ പിടിച്ചുകൊണ്ടുപോയി, അപകരിച്ചു കൊണ്ടുപോയി എന്ന് കേൾക്കുകയും ചെയ്യുമ്പോൾ ഇയാള് ഇരുന്ന ഇരിപ്പിടത്തിൽ നിന്ന് മറിഞ്ഞു വീണ് കഴുത്തൊടിഞ്ഞ് മരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദുരന്തമായിട്ടുള്ള അന്ത്യമാണ് ഏലിക്ക് സംഭവിക്കുന്നതെന്നൊക്കെ നമുക്ക് തിരുവെഴുത്തിലൂടെ മനസ്സിലാക്കുവാനും പഠിക്കുവാനും ഒക്കെ കഴിയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് പിന്മാറാതെ
ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് പിന്മാറാതെ ദൈവത്തോട് കരമുയർത്തി നിലവിളിച്ച് പ്രാർത്ഥിക്കുവാനും ദൈവത്തിൽ നിന്ന് അറിയുവാനും ദൈവത്തിൽ നിന്ന് കൂടുതലായി ഉൾക്കൊള്ളുവാനും നാം സമയം കണ്ടെത്തണം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്നത് ഈ ലോകത്തിന്റെ തിരക്കുകളിലും തിക്കുകളിലും പെട്ട് നാം പല കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ സന്ധ്യയ്ക്കോ മറ്റു വൈകുന്നേരങ്ങളിലോ ഒക്കെ വീടുകളിൽ എത്തിച്ചേർന്ന് പിന്നെ ഒന്ന് വിശ്രമിക്കുക, ഭക്ഷണം കഴിക്കുക, കിടന്നുറങ്ങുക, ഇതൊക്കെയാണ് നമ്മുടെ മൈൻഡ് സെറ്റ് ചെയ്യുന്നത്. എങ്ങനെയെങ്കിലും ഒന്ന് ചെന്ന് കിടന്നാൽ മതി. അല്ല, ദൈവത്തോട് കരങ്ങളെ ഉയർത്തി ദൈവത്തോട് ആലോചന ചോദിക്കുവാൻ, ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയണം. രാവിലെ വെപ്രാളപ്പെട്ട് എഴുന്നേൽക്കുന്നു, ഓടി ബന്ധപ്പെട്ട് ഓഫീസിൽ അല്ലെ സ്കൂളിൽ മറ്റ് നമ്മുടെ തൊഴിലിടങ്ങളിൽ ഓടി ചെല്ലുന്നു, വീട്ടുകാര്യങ്ങൾ ചെയ്യുന്നു. ഇതിനിടയിലൊന്നും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുവാനോ ദൈവാലോചന സ്വീകരിക്കുവാനോ നമുക്ക് സമയം കിട്ടുന്നില്ല. എന്നാൽ ദൈവവചനത്തിൽ നമ്മെ പഠിപ്പിക്കുന്ന ദൈലിയിലൂടെ അങ്ങനെ നമ്മൾ ബദ്ധപ്പാടുകളുടെയും തിരക്കുകളുടെയും പിന്നാലെ പോവുകയും ആത്മീക ഉത്തരവാദിത്തങ്ങളെ നാം മറക്കുകയും ചെയ്താൽ അത് വലിയൊരു അപകടത്തിലേക്ക് നമ്മെ നയിക്കും എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. എന്നാൽ ശമൂവേൽ ചെന്ന് കിടക്കുന്നത് വ്യക്തമായി വചനം പഠിപ്പിക്കുന്നു. ദൈവത്തിന്റെ പെട്ടകം ഇരിക്കുന്ന യഹോവയുടെ മന്ദിരത്തിൽ ദൈവത്തിന്റെ വിളക്ക് കെടുന്നതിന് മുൻപേ ആയിരുന്നു എന്ന് നമുക്ക് വ്യക്തമായിട്ട് പഠിക്കുവാനായിട്ട് സാധിക്കും. അദ്ദേഹം ബാലനായ ശമൂവേൽ ചെന്ന് കിടക്കുന്നത് ദൈവത്തിന്റെ മന്ദിരത്തിലാണ്. ദൈവത്തിന്റെ പെട്ടകം ഇരിക്കുന്ന യഹോവയുടെ മന്ദിരത്തിലാണ്, ദൈവത്തിന്റെ മന്ദിരത്തിലാണ്. അവിടെ എന്തുണ്ട് എന്ന് ചോദിച്ചാൽ അവിടെ ദൈവത്തിന്റെ പ്രസൻസ് ഉണ്ട്, ഗോഡ്സ് പ്രസൻസ് ഉണ്ട്, ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ട്. അപ്പോൾ ഏലി ചെന്ന് കിടന്നത് തന്റെ ഭൗതികമായ വിശ്രമ ഇടങ്ങളിലാണ് എങ്കിൽ ശമൂവേൽ ബാലൻ ചെന്ന് കിടക്കുന്നത് ദൈവത്തിന്റെ പ്രസൻസ് ഉള്ള, ദൈവത്തിന്റെ സാന്നിധ്യമുള്ള ഈ ആലയത്തിലാണ്, പരിശുദ്ധ ആലയത്തിലാണ്. അവിടെ തീർച്ചയായിട്ടും ദൈവ സാന്നിധ്യം അനുഭവിക്കുവാനായിട്ടുള്ള ഒരു മുഖാന്തരം ശമൂവേലിന് തുറക്കപ്പെടുകയാണ്. രണ്ടാമത് അവിടെ മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്, ദൈവത്തിന്റെ വിളക്ക് കെടുന്നതിന് മുൻപെയാണ് ശമൂവേൽ ചെന്ന് കിടക്കുന്നത്. ദൈവത്തിന്റെ വിളക്ക് കെട്ടുപോകുന്നതിന് മുൻപേ. ദൈവത്തിന്റെ വിളക്ക് തെളിയിക്കുന്നത് പുരോഹിതന്മാരുടെ അല്ലെങ്കിൽ ലേവ്യരുടെ ഡ്യൂട്ടിയാണ്. അത് നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. ഓരോ ദിവസങ്ങളിലും നമ്മുടെ സമയം വെച്ച് നോക്കിയാൽ വൈകുന്നേരം 6 മുതൽ പ്രഭാതം 6 വരെ അത് അണയാതെ കത്തണം. അതനുസരിച്ച് അതിന് വേണ്ട വിളക്ക്, തിരി, എണ്ണ, മറ്റു കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തണം. പിറ്റേ ദിവസം അതിനെ ക്ലീൻ ചെയ്ത് അതിനെ വൈകുന്നേരത്ത് കത്തിക്കാൻ വേണ്ടിയിട്ട് ഒരുക്കണം. ഇതൊക്കെ ആയിരിക്കണം ചിലപ്പോൾ ഈ ശമൂവേൽ ബാലൻ ചെയ്തിരുന്ന ഡ്യൂട്ടി. അപ്പൊ മനസ്സിലാക്കുക, ഒരു ദിവസം കത്തിക്കുന്നതിന് വേണ്ടി, രാത്രിയിൽ മുഴുവനായിരുന്ന് കത്തുന്നതിന് വേണ്ടി അതിനെ ക്രമപ്പെടുത്തിയാൽ കെടുന്നതിന് മുൻപ് ചെന്ന് കിടന്നു എന്ന് പറയുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക, വെളുക്കെ അത് കത്തി ഇനി 6 മണി വരെയും കത്താൻ കണക്കിന് അതിനെ പാകപ്പെടുത്തി വെച്ചിരിക്കുമ്പോൾ, അതിനെ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുമ്പോൾ, അതിന്റെ എണ്ണ തീർന്ന് 6 മണി കഴിയുമ്പോൾ അല്ലെങ്കിൽ 6 മണിയാകുമ്പോൾ അത് അണയുന്നു. അപ്പൊ അണയുന്നതിന് മുമ്പേ ചെന്ന് കിടന്നു എന്ന് പറഞ്ഞാല് ഈ ശമൂവേലിന് രാത്രി ഉറക്കമില്ല എന്നുള്ളതാണ് അതിന്റെ ഗൗരവമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യം, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം. അതായത് രാത്രിയുടെ യാമങ്ങളെ ദൈവസന്നിധിയിലേക്ക് മുട്ടുമടക്കാൻ തീർച്ചയായും ഈ ബാലനായ ശമൂവേൽ ഉപയോഗിച്ചിരിക്കണം. അതുകൊണ്ടാണ് ശമൂവേലേ എന്ന് ദൈവം വിളിച്ച ശബ്ദം അവൻ കേൾക്കുകയും അത് എന്താണെന്ന് അന്വേഷിക്കുവാനുള്ള ഒരു ആഗ്രഹത്തോടും വാഞ്ചയോടും ഏലിയുടെ അരികിലേക്ക് ഓടുകയും ചെയ്യുന്നത്. അപ്പൊ മനസ്സിലാക്കുക, നാം എപ്പോഴും ദൈവ സാന്നിധ്യം ഉള്ളിടത്തായിരിക്കണം. ലോകത്ത് എല്ലായിടത്തും ദൈവ സാന്നിധ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എങ്കിൽ പോലും വ്യക്തമായി മനസ്സിലാക്കുക, ഈ ലോകം ദുഷ്ടന്റെ അധീനതയിലാണ്, ശത്രുവായ പിശാചിന്റെ അധീനതയിലാണ് കിടക്കുന്നത്. എന്നാൽ ദൈവം വേർതിരിച്ച് അനുഗ്രഹിച്ച് നൽകിയിരിക്കുന്ന, ദൈവം വിശുദ്ധീകരിച്ച് നൽകിയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നാം വിനയപ്പെടുമ്പോൾ ആ ഇടങ്ങളിൽ ദൈവത്തിന്റെ ദിവ്യമായ കരസ്പർശം നമുക്ക് അനുഭവിക്കുവാൻ, സാന്നിധ്യം അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് ശമൂവേൽ ബാലൻ ചെയ്തതുപോലെ ദൈവത്തിന്റെ സാന്നിധ്യമുള്ള ഇടങ്ങളെ, നമ്മുടെ സമയത്തെ സ്പെൻഡ് ചെയ്യുവാനായിട്ട്, നമ്മുടെ സമയങ്ങളെ വിനിയോഗിക്കുന്നതിന് വേണ്ടി അത്തരം ഇടങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ഏറെ ഉചിതമായിരിക്കും. അപ്പൊ ഏലി ആ വഴിക്ക് പോയി. ഏലിയുടെ ദുരന്തം വൻ ദുരന്തമായിരുന്നു. എന്നാൽ ശമൂവേൽ ദൈവത്തിന്റെ പ്രസൻസ് ഉള്ള ഇടത്താണ് ഇരുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിൽ അന്നുവരെയും കാണാത്ത വിധത്തിലുള്ള ഒരു ന്യായാധിപനായി, ഒരു പ്രവാചകനായി, ദൈവത്തിന്റെ അഭിഷിക്തനായി, ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട 2 രാജാക്കന്മാരെ അഭിഷേകം ചെയ്തവനായി ഒക്കെ ഈ ശമൂവേൽ ദൈവം അത്രത്തോളം ശമൂവേലിനെ ഉയർത്തുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. മറ്റൊരു കാര്യം, യഹോവയുടെ വചനം ദുർലഭമായിരുന്നു, ദർശനം ഏറെ ഇല്ലായിരുന്നു എന്ന പ്രതീകം വിളക്ക് കെടുന്നതിന് മുൻപേ എന്ന വാക്യവുമായി കണക്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ദൈവത്തിന്റെ വിളക്ക് കെടുന്നതിന് മുൻപേ അടുത്ത വിളിക്കുള്ള അവസരം ദൈവം ഒരുക്കുകയാണ്. അതായത് എന്നേക്കുമായി ദൈവ വിളക്കാകുന്ന വചനം കെട്ടുപോകുന്നതിന് മുൻപേ ഏലി
ഏലിയിൽ തീരുന്നതിന് മുൻപേ, കാരണം അവന്റെ മക്കൾ അത്രത്തോളം നല്ലവരായിരുന്നില്ല, ദൈവശബ്ദത്തിന് കാതോർത്തവരോ ദൈവഹിതപ്രകാരം ജീവിച്ചവരോ ആയിരുന്നില്ല. അവർ തീർച്ചയായിട്ടും ഈ ലോകപരമായി ജീവിച്ചവരാണ്. അതേസമയം ഏലിയിൽ ആ പൗരോഹിത്യത്തിന്റെ ദൈവശബ്ദത്തിന്റെ അനുഭവം തീരുന്നതിന് മുൻപേ, വചനത്തിന്റെ വിളക്ക് കെടുന്നതിന് മുൻപേ ദൈവം മറ്റൊരു വ്യക്തിയെ കണ്ടിരുന്നു. അതാണ് ശമൂവേൽ. മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കുക. 3 പ്രാവശ്യം ശമൂവേൽ ഏലിയുടെ അടുക്കൽ പോയതിനു ശേഷമാണ് ഏലിക്ക് പോലും ബോധ്യം വരുന്നത് ഇത് ദൈവമായിരിക്കണം വിളിച്ചത് എന്ന്. അല്ലെ? 1-ാം പ്രാവശ്യം തന്നെ പറഞ്ഞു കൊടുക്കേണ്ട ആളല്ലേ, ഒരു പുരോഹിതനല്ലേ, അല്ലെ? ദൈവശബ്ദം കേട്ട് പരിചയമുള്ള വ്യക്തിയല്ലേ, അല്ലെങ്കിൽ അതിന് ഒരു ഡയറക്ഷൻ കൊടുക്കാനായിട്ട്, ഒരു മെന്റർഷിപ്പ് കൊടുക്കാനായിട്ട് പാകപ്പെടേണ്ടിയിരുന്ന ഒരു വ്യക്തിയായിരുന്നില്ലേ? എന്നാൽ അതിന് ഏലിക്ക് കഴിയാതെ പോകുന്നത് ഈ ലോകപരമായി അദ്ദേഹം ജീവിക്കുന്നത് കൊണ്ടായിരിക്കണം. ദൈവത്തിന്റെ സാന്നിധ്യമുള്ള ഇടത്ത് ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുവാനോ കരങ്ങൾ ഉയർത്തുവാനോ കഴിയാതെ പോയത് കൊണ്ടായിരിക്കണം. അപ്പൊ വ്യക്തമായിട്ട് മനസ്സിലാക്കുക, ദൈവശബ്ദം നമുക്ക് തിരിച്ചറിയുവാനും നയിക്കുവാനും കഴിയാതെ പോകുന്നതിനുള്ളൊരു പ്രധാന കാരണം നമ്മുടെ ഇടങ്ങള് എവിടെയാണ് എന്ന് പുനഃപരിശോധിക്കേണ്ടുന്നതിന്റെ ആവശ്യകത നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഞാൻ ചുരുക്കട്ടെ, പ്രിയമുള്ളവരെ, നമുക്ക് ശമൂവേലിനെ പോലെ ദൈവ സാന്നിധ്യമുള്ള ഇടത്ത് നമ്മുടെ സമയത്തെ സ്പെൻഡ് ചെയ്യുക, സമയത്തെ വിനിയോഗിക്കുക. അവിടെ ദൈവം നമ്മോട് സംസാരിക്കും. നാം എല്ലാം ദൈവത്തിന്റെ രാജകീയ പുരോഹിത വർഗമാണ്. ദൈവസന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്താം. വചനവും ദർശനങ്ങളും സ്വപ്നങ്ങളും വ്യാഖ്യാനങ്ങളും ഇതൊന്നും ഇന്ന് അന്യമല്ല. സർവശക്തനായ ദൈവത്തിന്റെ അരുളപ്പാട് പ്രകാരം അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിന് പകരും എല്ലാവർക്കും ദർശനങ്ങളും സ്വപ്നങ്ങളും ഒക്കെ നൽകുമെന്നാണ്. അപ്പൊ ദൈവം എല്ലാവർക്കും നൽകുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ അത് പ്രാപിക്കുവാൻ തക്കവണ്ണം ജീവിതത്തെ വിനയപ്പെടുത്തുവാനുള്ള ഒരു വിളി ദൈവം നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. അത് നാം സ്വീകരിക്കണമെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന പ്രകാരം ഒരു ജീവിതം നയിക്കേണ്ടതുണ്ട്. അതിന് നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം. അതിന് നല്ലൊരു മാതൃക ശമൂവേലാണ്. ഈ ലോകത്തിൽ നിന്ന് വ്യത്യസ്തമായി ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ പ്രസൻസ് ഉള്ള ഇടത്ത് ശമൂവേൽ ബാലൻ തന്റെ ജീവിതത്തെ വിനയപ്പെടുത്തുമ്പോൾ, ദൈവത്തിന്റെ സന്നിധി സമർപ്പിക്കുമ്പോൾ, ദൈവശബ്ദത്തിന്റെ ആ മാറ്റുലി തൻ്റെ കാതുകളിൽ വന്നു വീഴുവാനും അത് കേൾക്കുവാനും അതിന് പ്രതിവചിക്കുവാനും അല്ലെങ്കിൽ അതിന് തന്നെ വിനയപ്പെടുത്തുവാനും ദൈവശബ്ദം കേട്ട് ദൈവഹിതപ്രകാരം തന്നെ ക്രമപ്പെടുത്തുവാനും ജനത്തെ നയിക്കുവാനും ശമൂവേൽ ബാലന് കഴിയുന്നുണ്ട്. അത്തരത്തിലൊരു ജീവിതം സർവശക്തനായ ദൈവം നമുക്ക് സാധ്യമാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. എല്ലാവർക്കും ദൈവകൃപ ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.